ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവില്ല അച്ചമ്മയുടെ സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് രേവതി കഴിയാണ്. രേവതിക്ക് ഏകദേശം ഇപ്പോൾ കാല് വയ്യാതെ ആയത് ഒരു അനുഗ്രഹം പോലെയാണ് രേവതിക്ക് തോന്നുന്നത്. കാരണം അച്ചമ്മയുടെ വാത്സല്യം ഓളം നുകരാണ് രേവതി. അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യം തൊട്ട് ഞാൻ കഥ പറയാം. അങ്ങനെ രേവതി അച്ചമ്മയും കൂടിയിട്ട് വരാന്തയിൽ വീൽ ചെയറിൽ ഇരിക്കാനുള്ള അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, സച്ചിക്ക് കിട്ടിയ ഒരു പുണ്യമാണ് നിനക്ക് കിട്ടിയ പുണ്യമാണ് സച്ചി, അവൻ ഉണ്ടെങ്കിൽ നിന്നെ ആരും തൊടാൻ ധൈര്യപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ രാത്രി ഇരിക്കുമ്പോൾ ഇവരെയൊന്നും കാണാനില്ല. വർഷേനെയും ശ്രീകാന്തിൻ്റെയും ശ്രുതിനെയും ഒന്നും കാണാനില്ല. അപ്പം അച്ചമ്മ പറയേണ്ടത് ഇത്രയും നേരമായിട്ടാണോ ഈ വീട്ടിലത്തെ പെണ്ണുങ്ങൾ വരുന്ന ഒരു സന്ധ്യാദീപം കൊളുത്താൻ കൂടി ഇവിടെ ആരുമില്ലേ? അതൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, അല്ലെങ്കിൽ രേവതിക്ക് പറ്റാത്ത സമയത്ത് അച്ഛനാണ് ദീപം കൊളുത്തൽ, ഇവിടെ വേറെ ആരും കൊളുത്തലില്ല എന്നൊക്കെ പറയാണ്. എന്നാൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. രേവതിയെപ്പോലെ ഇവർക്ക് ഉത്തരവാദിത്തമല്ലേ, ഒരാൾ വയ്യാതിരിക്കുകയാണെങ്കിൽ അവരെ നോക്കേണ്ട കടമ എല്ലാവർക്കും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ചമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത്താഴം ഉണ്ടാക്കണം എന്നുള്ള ചിന്തെങ്കിലും ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതിയും കൂടി കയറി വരികയാണ്. കയറി വരുമ്പോഴൊക്കെ ഈ നേരത്താണ് നിങ്ങൾ കയറി വരുന്നത്, ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞപ്പോൾ വരിക അച്ചമ്മ എന്നൊക്കെ പറയും. അപ്പോൾ നിൻ്റെ ബ്യൂട്ടി പാർലറിലെ തിരക്കൊന്നുമില്ലല്ലോ, ഞാൻ ശ്രുതിയുടെ ഷോറൂമിൽ പോയിട്ട് അവരെ സഹായിച്ചിട്ടാണ് അച്ഛമ്മ വരണത് എന്നൊക്കെ പറയുമ്പോൾ പറയും, വീട്ടിലൊരാൾ വയ്യാതിരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കണം, അതിൻ്റെ വല്ല ചിന്തയും അതിന് ഞങ്ങൾ കഴിച്ചു അച്ഛമ്മയെ പുറത്തുനിന്ന് പറയും. നല്ല സ്വഭാവം, വീട്ടിലുള്ളവർ കഴിച്ചോ കഴിച്ചില്ലെന്നൊന്നും അറിയേണ്ട ചുമതലയില്ലല്ലോ, നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നൂലേ എന്ന് ചോദിക്കും. ആ സമയത്ത് തന്നെ ശ്രീകാന്തും വർഷയും കൂടി കയറി വരുമ്പോൾ അച്ഛമ്മയെ കാണുമ്പോൾ ഇവരൊക്കെ സർപ്രൈസ്ഡാണ് കേട്ടോ. അയ്യോ അച്ഛമ്മ എപ്പോഴാണ് വന്നത് ചോദിച്ചൊരു ശ്രീകാന്ത് അച്ഛമ്മേനെ വന്ന് കെട്ടിപ്പിടിക്കും. മാറിക്കടാ, ഈ നേരത്താണോ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നത് ചോദിക്കും. അപ്പോൾ അച്ഛമ്മേ ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് നേരം വൈകി അച്ഛമ്മയെ പറയും നിങ്ങളും പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വന്നത്? അതെ, നന്നായി. അപ്പം ഇനി ഇവിടെ സച്ചിക്കും രവിക്കും രേവതിക്കൊക്കെ ആരുണ്ടാക്കി കൊടുക്കും ഫുഡ്? നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം നോക്കി കഴിച്ചൂലേ, നല്ല സ്വഭാവം, ഇങ്ങനെയാണല്ലോ ഒരാൾ വയ്യാണ്ടിരിക്കുമ്പോൾ പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനക്ക് വിഷമമാണ്. അപ്പോൾ ശ്രുതിയും കൂടി പറയണേ, നമ്മൾ മാത്രമല്ല അവരും പുറത്തുനിന്ന് കഴിച്ചിരിക്കണം, അപ്പം നമുക്ക് 4 കൂട്ടർക്കും കൂടി ചീത്തയൊക്കെ പറയണം. അപ്പോൾ വർഷ പറയും, ആര് പറഞ്ഞു ഓർത്തില്ല എന്ന്, എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഞാൻ മേടിച്ചിട്ടുണ്ട് അച്ഛമ്മയെന്ന് പറയണം. അപ്പോൾ അച്ഛമ്മയ്ക്ക് സന്തോഷമാണ്. അച്ഛമ്മ പറഞ്ഞു, അത് ചെയ്യാനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്ക് തോന്നിയില്ലോ, പക്ഷേ ഒരു കാര്യമുണ്ട്, രേവതിക്ക് എങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് ഫുഡ് കൊടുക്കുക, അതുപോലെ തന്നെ പുറത്തുനിന്ന് മേടിച്ച ഫുഡൊന്നും എനിക്കും വലിയ താല്പര്യമില്ല. നമ്മൾ ഈ പുറത്തുനിന്ന് മേടിച്ച് ഫുഡ് കഴിക്കാനായിട്ടുള്ള നല്ല നിങ്ങൾക്ക് 2 പേർക്കും കൂടി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കില്ലെന്നല്ല, അതല്ലേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്നൊക്കെ ചോദിക്കാൻ. എന്തായാലും രേവതിക്ക് ഈ ഫുഡ് കൊടുക്കാൻ പറ്റില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ഫുഡ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ചൂടാക്കിയിട്ട് കഴിച്ചോളാൻ പറയണം. അപ്പോൾ വർഷയ്ക്കും ശ്രീകാന്തിനും സങ്കടം വരികയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ എന്തായാലും ഞാൻ രേവതിക്ക് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുമ്പോൾ ശ്രുതി ഓടി വന്ന് ശ്രീകാന്തിനോട് പറയും, ഇപ്പം എന്തായി, ആവശ്യമില്ലാത്ത ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ട്, അവനവൻ്റെ കാര്യം നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ? ഇതാണ് ഞങ്ങൾ ആരുടെയും കാര്യം നോക്കാതെ ഞങ്ങൾ ചെയ്യണത്. അവനവൻ്റെ കാര്യം നോക്കി ഇവിടെ ജീവിച്ച് അവനവന് കൊള്ളാം, മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കുകയാണെങ്കിൽ അവനവൻ്റെ കാര്യം കട്ട പോകുകയെന്ന് പറഞ്ഞിട്ട് ശ്രുതി കൂടി മോളിക്ക് പോകും. ശ്രുതി ഓടി വന്നിട്ട് വർഷയോട് പറയും, വർഷ എന്തായാലും കൊടുന്നതല്ലേ, അത് തണുപ്പാക്കണ്ട, ചൂട് കളയണ്ട, അങ്ങോട്ട് തന്നാൽ ഞാൻ കഴിച്ചോളാം. പറയും വർഷന് വേണ്ട, ഞങ്ങളിത് തണുപ്പിക്കാൻ ഉദ്ദേശിക്കണമെന്ന് പറയും. ശരി എന്നാൽ തണുപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കയറിപ്പോവും. അപ്പോൾ വർഷ ശ്രീകാന്തും അങ്ങനെ ഇരിക്കുമ്പോൾ വർഷ പറയും, നമ്മൾ നല്ലത് ചെയ്ത് നമ്മൾ സ്നേഹത്തോടു കൂടി ചെയ്തിട്ട് അത് മനസ്സിലായില്ലല്ലോ ശ്രീകാന്ത് അച്ഛമ്മയ്ക്ക്. അച്ഛമ്മ നമ്മൾ പറയുന്ന കേട്ടിൽ കേൾക്കുമ്പോൾ പറയും, സാരമില്ലേ, അച്ഛമ്മയുടെ സ്വഭാവം അത്, അച്ഛമ്മ പറഞ്ഞതും കാര്യമല്ലേ, രേവതി ചേച്ചിക്ക് പുറത്തുനിന്ന് ഫുഡ് കൊടുക്കേണ്ട വെച്ചാൽ അതൊന്നും നീ കാര്യമാക്കണ്ട പറയും ശ്രീകാന്ത്. പക്ഷേ ശ്രീകാന്തിന് മനസ്സിൽ നല്ല വിഷമമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അച്ചമ്മയും രവീന്ദ്രനും സച്ചിയും കൂടി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അവരിങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ സച്ചി പറയും, അച്ചമ്മയ്ക്ക് ഓർമ്മയുണ്ടോ പണ്ട് സദ്യ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ രാത്രി എനിക്ക് 10 കൂട്ടം കറി കൂട്ടിയിട്ട് രാത്രി എനിക്ക് സദ്യ ഉണ്ടാക്കി തന്ന ഓർമ്മയുണ്ട്. പിന്നെ എപ്പോഴേക്ക് സദ്യ ഉണ്ടാക്കലല്ലേ വേണം, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കട്ടെ, ഇപ്പോൾ അവർ രവതി മോൾക്ക് വിശക്കുണ്ടാവും പറയാണ്. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടാമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പാട്ട് പാടുമ്പോൾ അച്ചമ്മ പറയാണ്, സച്ചി മതി നിർത്തിയിട്ട് നീ രേവതിയുടെ അടുത്ത് പോയിരുന്നു, എന്താ അച്ചമ്മേ മതി, ഇനി മേലെ നീ ഇവിടെ പാടരുത്, നീ ഇപ്പോൾ രേവതിയുടെ അടുത്തിരിക്കുക, അവൾക്ക് ബോറടിക്കുന്നുണ്ടാവും എന്ന് പറയാണ്. അപ്പം ഞാൻ പാട്ട് പാടാൻ എന്താണ് കുറ്റല്ലേ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ അമ്മയും കൂടി ചെയ്തോളാം, നീ പോയേ പറഞ്ഞിട്ട് സച്ചിനെ അവിടെ നാട്ടി പായിക്കാണ്. എന്നിട്ട് സച്ചി രേവതിയുടെ അടുത്ത് പോയിക്കോ, എന്നിട്ട് പറയും, ഞാനൊരു പാട്ട് പാടിയനെ, അച്ഛനും കൂടി എന്നെ അങ്ങനെ ഓടിച്ചതാ. എന്നിട്ട് പറഞ്ഞിട്ട് രേവതിയുടെ മുടി ചീവി കൊടുക്കണം, രേവതിയുടെ മുടി ചീവി കൊടുക്കണം, രേവതി പതുക്കെ സച്ചേട്ടാ വേദനിച്ചിട്ട് വയ്യാന്നൊക്കെ പറയും, നീ അവിടെ അനങ്ങാണ്ടിരി, നിൻ്റെ ഈ മുടി ഞാനൊരു വൃന്ദാവനാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ മുടി ചെയ്യണം. അതിൻ്റെ ഒപ്പം നിലാവിൻ്റെ നീലഭസ്മക്കുറിയണിഞ്ഞവളെ പറഞ്ഞിട്ടുള്ള പാട്ട് പാടണം. ദൈവമേ സച്ചേട്ടാ, ഈ പാട്ട് ഇങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ, ദയവേദി ഈ പാട്ട് പാടല്ലേ സച്ചേട്ടാ, എനിക്കിത് സഹിക്കാൻ വയ്യാന്ന് പറയാണ് രേവതി. എന്നിട്ട് ഇപ്പം നിനക്കും എൻ്റെ പാട്ട് ഇഷ്ടമില്ലാണ്ടേയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ലല്ലോ, എനിക്കറിയാമല്ലോ എൻ്റെ
സച്ചിയേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, സച്ചിയേട്ടൻ എന്നെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രണയത്തോടുകൂടി രേവതി സംസാരിക്കുമ്പോൾ സച്ചി രേവതിയും കൂടി ഇങ്ങനെ കണ്ണി നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുകയാണ്. നീലിമ ഗുണ്ടകളെ വിളിച്ചിട്ട് സുധിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ട് നീലിമ പറയുന്നുണ്ട് അവനെ തട്ടിക്കൊണ്ടുവരണം. അവനെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ അവൻ്റെ ഭാര്യയോട് 50 ലക്ഷം ആവശ്യപ്പെടും. അവൾ ഒന്നെങ്കിൽ 50 ലക്ഷം എനിക്ക് തരണം, അല്ലെങ്കിൽ അവൻ മേടിച്ചേക്കണ കട എൻ്റെ പേരിലാക്കി തരണം. ഇത് രണ്ടും ഉണ്ടായില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും. അപ്പോൾ കൊട്ടേഷൻ ടീം പറയും കൊല്ലണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ തന്ന എമൗണ്ട് മതിയാവില്ല, എമൗണ്ടിൽ മാറ്റം വരാതെ നിങ്ങൾ കൊല്ലേണ്ട ആവശ്യമില്ല, അവനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കും പറയും നീലിമ. അപ്പോൾ എനിക്ക് ശരി അവരുടെ സ്ഥലവും അഡ്രസ്സൊക്കെ പറഞ്ഞുതരാൻ പറയുമ്പോൾ ടൗണിലുള്ള ചന്ദ്ര ഹോം അപ്ലയൻസസ് സ്ഥാപനം നടത്തുന്ന ആളാണ്. പിന്നെ ചന്ദ്രോദയം എന്നുള്ളതാണ് അവരുടെ വീട്. അപ്പോൾ ചന്ദ്രോദയത്തിൽ നിന്ന് ഷോറൂം തുറക്കാൻ വരുന്ന വഴിക്ക് ആളെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇടണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും കൊല്ലണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊട്ടേഷൻ വേണ്ട, നിങ്ങൾ ആളെ തട്ടിക്കൊണ്ട് പോയാൽ മതി, ബാക്കി ഞാൻ ഏറ്റെന്ന് പറയണത്. പക്ഷേ ഇതൊരു കാര്യമുണ്ട്, ആരും പുറത്തറിയാതെ പരമരഹസ്യമായിരിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ നീലിമ സുധീനെ പൂട്ടാനുള്ള പ്ലാൻ ഇടാണ്. രേവതിക്കുള്ള ഫുഡും കൊണ്ടുവരികയാണ് അച്ഛമ്മ. രേവതിക്കുള്ള ഫുഡും കൊണ്ട് വന്നിട്ട് മോളെ കഴിക്ക് പറയുമ്പോൾ പറയും അച്ഛമ്മയുടെ ഫുഡിൻ്റെ മണം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അധികം കറിയൊന്നുമില്ല മോളെ പറയും. പക്ഷേ അച്ഛമ്മ കറിയില്ലെങ്കിൽ എന്താ അച്ഛമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ മണം ഇങ്ങനെ അകത്തുനിന്ന് വന്നായിരുന്നു. എത്ര കാലമായി എന്നറിയോ ഇങ്ങനെ ഒരു മണമുള്ള ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ട് പറഞ്ഞിട്ട് രേവതിക്ക് പ്ലേറ്റ് കൊടുക്കുമ്പോൾ രേവതി അത് കഴിക്കാൻ നിൽക്കുമ്പോൾ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം അച്ഛമ്മ വാരി തന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ വിചാരിച്ചിട്ട് രേവതി പറയും അയ്യോ എൻ്റെ കൈ വേദനിക്കില്ല, കൈ പൊങ്ങുന്നില്ല എന്ന് പറയണം. എന്ത് പറ്റി മോളെ ചോദിക്കുമ്പോൾ അറിയില്ല, എനിക്ക് കൈ വേദനിച്ചിട്ട് വരണം. അപ്പോൾ സച്ചിക്ക് രേവതിയുടെ കള്ളത്തരം മനസ്സിലാവണം. പറയണം സച്ചി. അച്ഛമ്മ ഇതൊന്ന് വാരിത്തരോ ചോദിക്കുമ്പോൾ അച്ഛമ്മ രേവതിനെ ഊട്ടുകയാണ്. സ്നേഹവും വാത്സല്യം കൂടിയിട്ട് അച്ഛമ്മ രേവതിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയും എനിക്ക് മനസ്സിലായി അമ്പടി കള്ളി, നീ അച്ഛമ്മയെ കൊണ്ട് വാരി കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ നീ അംഗം മുഴുവൻ വെട്ടിയെന്ന് സച്ചി മനസ്സിൽ വിചാരിക്കണം. അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് മോളെ നല്ല വേദനയുണ്ടോ ഡോക്ടറെ കാണാൻ സച്ചി നീ ആ ഡോക്ടറെ ഒന്ന് വിളിക്കടാ, എന്താ കൈ വേദനിക്കണമെന്ന് ചോദിക്കടാ എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയാണ് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, അങ്ങോട്ട് വാ, ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അച്ഛൻ പറയും എങ്ങോട്ടും പോകണ്ട, എനിക്ക് മനസ്സിലായി, ഞാൻ ഫുഡ് വാരി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രേവതിയുടെ അടവ് അതെന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും ഞാൻ അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വാരി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛമ്മ രേവതിനെ അങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് മനസ്സിലായി, കള്ളത്തരം മനസ്സിലായി എന്നുള്ള സന്തോഷത്തോടെ രേവതി ഫുഡ് കഴിക്കുകയാണ്. അച്ഛമ്മേൻ്റെ അടുത്ത് നിന്ന് വാരി മനസ്സ് നിറച്ച് ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പന്തിപ്പൂ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്ന് വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്